ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്ത് പറയണു? സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കുഴപ്പമില്ല, സേഫ് ആയിരിക്കണു പറയാം. കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ നടക്കുന്നുണ്ട്. അലേർട്ട്സ് എല്ലാം കിട്ടുന്നുണ്ട്. കുറേ സമയങ്ങളിൽ അലേർട്ട്സ് കിട്ടില്ല, എന്നാലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. സോ എത്രയും വേഗം ഇതൊക്കെ ഒന്ന് അവസാനിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഓപ്പൺ ഡിസ്കഷനാണ്. ലെറ്റ്സ് ടോക്ക് എന്നുള്ള ഒരു സംഭവമേ അല്ല. ഇറ്റ്സ് എൻ ഓപ്പൺ ഡിസ്കഷൻ. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇന്നേ ദിവസം വരയ്ക്കും, എൻ്റെ ലൈഫിൽ ഇന്നേ ദിവസം വരയ്ക്കും ഞാൻ ഒരു സിനിമയെ കുറിച്ചിട്ട് പറയേ അല്ലെങ്കിൽ സിനിമയുടെ റിവ്യൂ പറയേ അങ്ങനെ ഒരു സംഭവമേ ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, എനിക്കിഷ്ടമാണ് സിനിമ കാണുക എന്ന് പറയുന്നത്. എനിക്കും കണ്ണേട്ടനും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞങ്ങൾ ഒരു ദിവസം ഓഫ് കിട്ടിയാൽ പോലും 1-2 സിനിമകൾ കണ്ടിട്ടുണ്ട്. അതും പ്രത്യേകിച്ചിട്ട് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഉണ്ടായ, അതായത് ഇടയിൽ കണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. സോ എൻ്റെ അടുത്ത് കണ്ണേട്ടൻ പറയുന്നുണ്ടായിരുന്നു, നീ ഡെഫിനറ്റ് ആയിട്ട് മസ്റ്റ് വാച്ച് ആണ് വാഴ 1. അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വാഴ 2 റിലീസ് ആവുമ്പോൾ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ വാഴ 2 റിലീസായി എന്ന് കേട്ടു. അമേസിങ് റിവ്യൂസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ വാഴ 2 കാണാൻ പോകുന്നതിന് മുമ്പ് 1 കണ്ടു തീർക്കാം എന്ന് നമ്മൾ വിചാരിച്ചു. കണ്ണേട്ടൻ ഓൾറെഡി കണ്ടതാണ്, ഞാനാണ് കാണാത്തത്. അങ്ങനെ ഞാൻ അത് കാണുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ആൻഡ് നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെയാണ് വാഴ 1 കണ്ടത്. ആൻഡ് അതൊരു നല്ല പാരൻസിനുള്ള ഒരു മെസ്സേജാണ് എനിക്കതിൽ തോന്നിയത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാഴ 2 കാണാൻ പോകുന്നു. വാഴ 2 കാണാൻ പോയപ്പോൾ അതൊരു എന്താ പറയുക, അതൊരു എക്സ്പീരിയൻസ്. എമോഷണൽ ആയിട്ടുള്ള എല്ലാ ആംഗിളിൽ നിന്നും നമ്മളെ ചിന്തിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ, ചിരിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ. വണ്ടർഫുൾ മൂവി, അത്രയ്ക്കും നല്ലൊരു മൂവി. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക, മറക്കാതെ കാണുക, മസ്റ്റ് വാച്ച് ആണ്. ആ മൂവിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, ഇന്ന് എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള ഒരു ഇതെടുത്തിട്ട്, സിബ്ലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് സിബ്ലിങ് അതിൻ്റെ ഒരു, അതായത് കൂടപ്പിറപ്പിൻ്റെ ആ ഒരു ബന്ധത്തിലേക്ക് മാറുന്ന ഫ്രണ്ട്ഷിപ്പ്, കൂടപ്പിറപ്പിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫ്രണ്ട്ഷിപ്പ്, അതായത് കൂടപ്പിറപ്പിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇത്, അതായത് ഉള്ളപ്പോൾ തന്നെ നമുക്ക് അവരായിട്ടുള്ള ബന്ധം നിലനിർത്തി വെക്കണം. അതല്ലാതെ എല്ലാവരും പല ഘട്ടങ്ങളിലും നിങ്ങളെ വിട്ടു പോവും, പക്ഷെ ഈ ഒരു ബന്ധം മാത്രമേ നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ എംഫസൈസ് ചെയ്യുന്ന നല്ലൊരു സിനിമ. കരയാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് തൊടും, വല്ലാണ്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്. അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്ന ആ ഒരു ഇതും കൂടിയിട്ടാണ്. ഓക്കെ, സോ എനിക്കിപ്പോൾ നമ്മളുടെ ചോദ്യത്തിലേക്ക് വരാം. അതിൽ പറഞ്ഞ ആ സിബ്ലിങ്ങിൻ്റെ സംഭവം കണ്ടതോട് കൂടിയിട്ട് ഒരുപാട് റിവ്യൂസിൽ, ഒരുപാട് റീൽസിൽ, എൻ്റെ സ്വന്തം ഇവിടെ നമ്മൾക്ക് നടന്ന ഒരു അനുഭവം, എല്ലാവരും ആ മൂവി കണ്ടു കഴിഞ്ഞ ഉടനെ അവരുടെ സിബ്ലിങ്സിനെ വിളിക്കുന്നു, അവരുടെ സിബ്ലിങ്സിന് മെസ്സേജ് അയക്കുന്നു, നിനക്ക് സുഖമല്ലേ ചോദിക്കുന്നു, ആ സിബ്ലിങ്ങിനെ വിളിച്ച് സംസാരിക്കുന്നു. കണ്ണേട്ടൻ, മണിക്കുട്ടൻ, രതീഷ് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നിന്നെ മിസ് ചെയ്യുന്നൂടാ എന്ന് പറയുന്നു. അവരപ്പോ അന്നത്തെ ദിവസം രാത്രി തന്നെ, എല്ലാ ആഴ്ചയും അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും, എല്ലാ ദിവസവും അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും, അന്നത്തെ ആ മൂവി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ അവർ 3 പേരും കണ്ട് സംസാരിക്കുന്നു. ഈ ബോണ്ടൊക്കെ ഒരുപാട്, എനിക്കറിയാം, തിയേറ്റർ ഫുള്ളായിരുന്നു ഞങ്ങൾ പോയി കാണാൻ പോയപ്പോൾ. ആ മൂവി കഴിഞ്ഞ ഉടനെ ഒരുപാട് പേര് കരയുണ്ടായിരുന്നു, ഒരുപാട് പേര് അവരുടെ സിബ്ലിങ്സിന് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് ഫണ്ണായിട്ടുള്ള രീതിയിലും ഉണ്ടായിരുന്നു, ഒരുപാട് പേര് കെട്ടിപ്പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞു മക്കള് തമ്മി തല്ലിക്കൊണ്ടിരിക്കുന്ന മക്കള്, കുഞ്ഞു മക്കള് അവരുടെ സിബ്ലിങ്ങിനെ പിടിച്ചു നടക്കുന്നതൊക്കെ കണ്ടു. ഇവിടെ എനിക്ക് ഓപ്പൺ ആയിട്ടുള്ള ചോദ്യം ഒന്നേ ഉള്ളൂ, ഇതൊന്നും ഇല്ലാത്തവരെന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ, ഒരു ഫ്രണ്ട്ഷിപ്പിനെയും, എനിക്ക് അങ്ങനെ ഒരു റിലേഷൻ ഇല്ല. എനിക്ക് നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ എനിക്കില്ല. ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം, ദേ ആർ മൈ റിയലി റിയലി ക്ലോസ് ഫ്രണ്ട്സ്.
എനിക്കില്ല. ആ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. മേ ബി ഞാനായിരിക്കാം തെറ്റ്, എന്റെ സ്വഭാവമായിരിക്കാം മോശം, ഇല്ലെങ്കിൽ എനിക്ക് കോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം എൻ്റെ ലൈഫിൽ എനിക്ക് ഫ്രണ്ട്സ് മേക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. അങ്ങനെയും ആൾക്കാരുണ്ടാവാലോ, എന്നെ പോലെയും ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, ആ ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ടുപോകാനേ പറ്റിയിട്ടില്ല. അങ്ങനെ ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാള് ആ ഫ്രണ്ട്ഷിപ്പിനെ സിബ്ലിംഗ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇന്ന് കൂടപ്പിറപ്പുണ്ടോ? ഇല്ല. ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കും തന്നയ്ക്കുള്ള ആൾക്കാർ എന്ത് ചെയ്യും? സിംഗിൾ ബോൺ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? എനിക്ക് ഈ ഒരു കാര്യമാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഞാൻ ഇന്നേ വരയ്ക്കും, ഇപ്പൊ ഈ ഒരു മൂവിയും കൂടി ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുന്ന സമയത്തും അത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു മെന്റൽ ട്രോമയുണ്ട്. 46 വയസ്സായി എനിക്ക്, ഇന്നും ഞാൻ ആ ട്രോമയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. എനിക്കൊരാളില്ല, എനിക്കൊരു കൂടപ്പിറപ്പില്ല എന്നുള്ളതിന്റെ ട്രോമ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ്. ഇത് ഒരാളെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ഒരു പാരന്റ്സിനെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ ഒരു കുട്ടിയോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളത് ആ ഒരു ലെവലിലേക്ക് മതി എന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കുട്ടിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ കൂടെ പിറന്നവരുടെ കൂടെ ജീവിച്ച ഒരാളായിരിക്കാം, പക്ഷെ നിങ്ങളുടെ മക്കള് സിംഗിൾ ബോൺ ആയിട്ടുള്ള ആൾക്കാരുടെ വിഷമാണ് ഞാൻ പറയണത്. അങ്ങനെ എത്ര പേരുണ്ട്? എനിക്ക് അവരെ കുറിച്ചിട്ടാ ചോദിക്കാനുള്ളത്. നിങ്ങൾ സിംഗിൾ ബോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ട്രോമയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്ന ഒരാളാണോ? എനിക്കിപ്പോഴും പുറത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. കുറേ സാഹചര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, കുറേ പേരുടെ റിലേഷൻഷിപ്പ് കാണുമ്പോൾ, യെസ് ഓഫ് കോഴ്സ്, പിന്നെ അതൊരു രണ്ടാമത്തെ ടോപ്പിക്കാണ്. രണ്ടാമത്തെ ഒരു കോയിന് അപ്പുറം ഇപ്പുറം ഉണ്ടെന്ന് പറഞ്ഞ മാതിരി അപ്പുറത്തെ സൈഡ് ഉണ്ടായിട്ടും പ്രയോജനമില്ലാത്ത ഒരുപാട് പേരുണ്ട്, ഉണ്ടായിട്ടും ദ്രോഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഉണ്ടായിട്ടും ഒരു കാര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട, ആ ഭാഗത്തേക്ക് പോകണ്ട. എന്നെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സിംഗിൾ ബോൺ ആയിട്ടുള്ള ആൾക്കാർ എന്നെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു കൂടപ്പിറപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്? ഞാൻ മാക്സിമം എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബിക്കോസ് എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇറങ്ങണം. ഒരു എമോഷണൽ ആയിട്ടുള്ള രീതിയിൽ ഒരു 3 ദിവസമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഇനി നിങ്ങളുടെ ഉപദേശം എനിക്ക് കേൾക്കാം. നമ്മളൊരു ഫാമിലിയാണ്, പല കാര്യങ്ങളും നമ്മൾ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ ലെറ്റ്സ് ടോക്കിലൂടെ ഒരുപാട് മോട്ടിവേഷൻ പറയുന്ന ആളാണ്. പക്ഷെ എന്നാൽ കൂടിയിട്ട് ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ആൾക്കാരുടെ അടുത്ത് തകരില്ലേ, നമ്മൾ പറയില്ലേ, നമ്മുടെ വിഷമം പറയില്ലേ, അതുപോലെ കണ്ടാൽ മതി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ആരോടാ ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? നമ്മുടെ കസിൻസ് ഉണ്ടാവാം. കസിൻസ് നമ്മൾ ഒരു പരിധി വരയ്ക്കും അവർ നമ്മളെ കൂടപ്പിറപ്പായിട്ട് നമ്മളെ കാണുന്നുണ്ടാവും, റൈറ്റ്? ആ കൂടപ്പിറപ്പായിട്ട് കാണുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ, ഒരു ബോർഡർ ലൈൻ ഇല്ലേ? നമ്മുടെ അച്ഛനമ്മ അവര് ഈ ലോകത്ത് ഇല്ലെങ്കിൽ നമുക്ക് ആരല്ലേ? എവിടെ നമ്മൾ ചെല്ലും? ആരാണ് നമ്മുടെ എന്ന് പറയാനുള്ളത്? എനിക്ക് എപ്പോഴും ഉള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അതൊക്കെ. ഞാൻ എപ്പോഴും കണ്ണേട്ടനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ കണ്ണേട്ടൻ പറയാറുണ്ട്, എൻ്റെ ബ്രദേഴ്സിനെ നിനക്ക് അങ്ങനെ കണ്ടുകൂടാ. കണ്ണേട്ടൻ്റെ ബ്രദേഴ്സിനെ കൂടപ്പിറപ്പായിട്ടും കണ്ണേട്ടൻ്റെ ബ്രദേഴ്സിനെ ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെ തന്നെ കാണുന്നത്. എന്താ വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് കണ്ണേട്ടൻ ആകെ പറഞ്ഞ ഒരു കാര്യം അതേ ഉള്ളൂ, എൻ്റെ അമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ആയിരിക്കണം അവരുടെ അമ്മ. അത് ഇന്നും അതുപോലെ തന്നെയാണ് അവരെന്നെ കാണുന്നത്. ഞാൻ എൻ്റെ മനുവിനെക്കാട്ടിലും ഞാൻ എപ്പോഴും പറയാറുണ്ട് മനുവിൻ്റെ അടുത്ത്, എൻ്റെ മനുവിന് മുമ്പാണ് കണ്ണേട്ടൻ്റെ 2 ബ്രദേഴ്സും. അവരെൻ്റെ മക്കൾ തന്നെയാണ്, എൻ്റെ 2 ആൺമക്കൾ തന്നെയാണ് അത്. പക്ഷെ അതൊന്നും അല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഫീലിംഗ് വരും. പല ഘട്ടങ്ങളിൽ, പല വിഷമിക്കുന്ന ഘട്ടങ്ങളിൽ, പല സന്തോഷിക്കുന്ന ഘട്ടങ്ങളിൽ നമുക്ക് തോന്നും നമുക്കായിട്ട്, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കാൻ ആരല്ലേ എന്ന്. അപ്പൊ ഇതൊന്നും അതായത് അപ്പൊ ഒരുപാട് പേർക്ക് ചോദിക്കാം, ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാക്കാത്തത് നിങ്ങളുടെ തെറ്റാണ്. ആയിരിക്കാം, സമ്മതിക്കണം. എല്ലാവർക്കും എല്ലാം നടക്കണം എന്നില്ലല്ലോ. നമുക്ക് ആ കപ്പാസിറ്റി ഇല്ല, എനിക്ക് ആ കപ്പാസിറ്റി ഇല്ല. നല്ല ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ എനിക്ക് കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല, ഇപ്പോഴത്തെ ഒട്ടുമില്ല. എനിക്ക് എന്താ പറയാ, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അത് നടക്കാത്തതെന്ന് എനിക്കറിയില്ല.
നമ്മൾ ആത്മാർത്ഥമായിട്ട് പെരുമാറും, കുറെ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല. നമ്മൾ ചെയ്തതൊക്കെ നമുക്ക് തിരിച്ചു വരുന്ന പോലെ ഒരു ഫീൽ. അത് നമ്മളെ വേണ്ട എന്നുള്ള ഒരു തോന്നല് നമുക്ക് തോന്നും. അവർക്ക് അങ്ങനെ തോന്നിയിട്ട് നമ്മളെ വിട്ടിട്ട് പോയിട്ടാണല്ലോ ഈ ഒരു സംഭവം സംഭവിക്കുന്നത്, ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നു ചേരുന്നത്. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിനെ, ഇങ്ങനെയുള്ള എന്നെമാരുള്ള ആൾക്കാർ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് വേണ്ടെന്ന് പറയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒറ്റയ്ക്കായിട്ട് വളർന്നതുകൊണ്ട് നമുക്ക് ഏതൊരു സംഭവവും നമ്മൾ ഗ്രാബ് ചെയ്യാനേ ഞങ്ങൾ നോക്കുള്ളൂ, നമ്മുടേന്ന് പറഞ്ഞിട്ട് നോക്കാനേ നമ്മൾ നോക്കുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് മുന്നോട്ടേക്ക് പോവുക? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ നിങ്ങൾ വരുന്നത്? യെസ്, ഓഫ് കോഴ്സ്, കുടഞ്ഞെണീച്ച് എന്താണ് പറയാ, ഒന്നുമില്ല, ലെറ്റ്സ് ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. എത്രയോ ഘട്ടങ്ങളിൽ ഭയങ്കരമായിട്ട് പോയിട്ട് താഴെ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് കരയിലും പിടിക്കലും ഒക്കെ കഴിഞ്ഞ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ എന്നുള്ള ലെവലിലേക്ക് കുടഞ്ഞെണീക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷെ സംവെയർ ഡൗൺ ദ ലൈൻ ആ ഒരു ട്രോമ കിടക്കുന്നില്ലേ? എവിടെയോ ആ ട്രോമ ഉണ്ട്. അതായത് അച്ഛ അമ്മ കഴിഞ്ഞാൽ ആര്? എല്ലാവർക്കും എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ആരാളെ? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ഘട്ടത്തിലൂടെ പോകുന്ന ആ ഒരു വിഷമം ഇതിനെങ്ങനെ കടക്കുക? ഇനിയും സാഹചര്യങ്ങൾ പലതും വരും. ആ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീലിംഗ് ഇല്ലാണ്ട്, ഇപ്പൊ നമ്മുടെ പിന്നാലെയാണ് ആൾക്കാർ നിൽക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടൻ എൻ്റെ കൂടെ ബാക്കിലുണ്ടാവും. ഇല്ല കേട്ടോ, ഞാൻ എൻ്റെ കൂടെയുണ്ട്. പക്ഷെ ഇതേ സാഹചര്യത്തിൽ കണ്ണേട്ടൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ കണ്ണേട്ടൻ്റെ കൈ പിടിച്ച് നിൽക്കാൻ കണ്ണേട്ടൻ്റെ കൂടെ പേർപ്പുണ്ട്. നമ്മളൊക്കെ ബാക്കിലേ നിൽക്കുള്ളൂ. അപ്പൊ അതുപോലെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എന്നെക്കാട്ടിലും പ്രായമായിട്ടുള്ളവർ ഒരുപാട് പേര് നിങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾ പറയൂ, നിങ്ങളൊക്കെ എങ്ങനെയാ? എനിക്ക് പറ്റിയിട്ടില്ല. ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ ഫെയിലിയറാണ്, ഭയങ്കര വലിയ ഫെയിലിയറാണ്. അതുകൊണ്ട് ഇതിൽ ഞാൻ നിങ്ങളോടാ ചോദിക്കണേ, കമൻസ് ഇട്ടോളൂ, ഞാൻ എല്ലാം വായിക്കാം. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ആശ്വാസമാണ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു നല്ലൊരു ക്ലാരിറ്റിയാണ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടാൻ താല്പര്യമുണ്ട്. ഐ റിയലി നീഡ് ആൻ അഡ്വൈസ് ഫ്രം ഓൾ ഓഫ് യു ഓൾ. എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? എങ്ങനെയാണ് ഈ ഒരു ട്രോമേനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഒന്ന് പറയുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ ആയിട്ടുള്ള രീതിയിൽ കണ്ടാൽ മതി എന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി ഞാൻ കൂടുതൽ ഇമോഷണൽ ആവാൻ ഞാൻ പോകുന്നില്ല. ബിക്കോസ് ഈ ടോപ്പിക് എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്നാലും വിചാരിച്ചു എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ അടുത്ത് പറയണതല്ലേ, ഈ ഒരു കാര്യം കൂടിയിട്ട് ഉപദേശം ചോദിച്ചേക്കാം എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യമായിട്ട് വന്നത്. നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, ഞാൻ നിങ്ങളുടെ കമൻസ് വായിക്കാൻ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. Till then, take care and bye-bye.